ആരാധകരെയൊക്കെ സംബന്ധിച്ച ഒരു ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ദേവൻ കൂടി ചേരുന്നുണ്ട്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു ഫൈനലിലേക്ക് അർജന്റീന കൂടി വരികയാണ്. അപ്പം ഇന്നലത്തെ ത്രില്ലർ പോരാട്ടമൊക്കെ കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ ആരാധകർക്കൊക്കെ എന്താ പറയാനുള്ളത്? സേതു, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആരാധകർ മാത്രമല്ല, ഞാനും വലിയ സന്തോഷത്തിലാണ്. കാരണം തുടർച്ചയായി രണ്ടാം തവണ വീണ്ടും അർജന്റീന ഫൈനലിൽ എത്തുന്നു. തീർച്ചയായും ഞായറാഴ്ച അർജന്റീന ഫൈനലിൽ കപ്പ് തൂക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷ തന്നെ ആരാധകർക്ക് ഉള്ളത്. ഏതായാലും എന്നോടൊപ്പം ഇപ്പോൾ കുറച്ച് കുട്ടി ആരാധകരാണ് ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മെസ്സി യമാൽ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിചാരിതമാണെന്ന് അറിയില്ല. എന്തായാലും വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. സ്റ്റേഡിയത്തിൽ തന്നെ മെസ്സി യമാൽ നിൽപ്പുണ്ട്. പക്ഷേ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ ഒരു പരിശീലനത്തിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കളി? കണ്ടിരുന്നു. കളി സീനായിരുന്നു. കളി ഇനി പറയില്ല, ഫൈനൽസ് മെസ്സിയെ തൂക്കുള്ളൂ. ഫൈനൽ മെസ്സിയെ തൂക്കത്തുള്ളൂ. അത് അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ സ്പെയിനൊക്കെ എത്രത്തോളം ശക്തരാണ്? സ്പെയിന് പറഞ്ഞെങ്കിൽ ആരും വിചാരിച്ചതില്ല അവര് ഫൈനൽസ് കയറുന്നത് തന്നെ. എന്നാലും ലെമിൻ യമാലിന് കപ്പ് കിട്ടുമെന്ന് ചിലർക്കും പ്രതീക്ഷയുണ്ട്. അതിൽ മെസ്സിക്ക് തൂക്കുള്ളതാണ് എല്ലാവർക്കും ഇത് കോൺഫിഡൻസ്. 100% മെസ്സിക്കേ കിട്ടുള്ളൂ. ഈ രാത്രി ഉറക്കൊള്ളിച്ചിരുന്ന കളിയാണ്. ഈ ടെൻഷൻ അടിച്ചൊക്കെയാണ് ജയിക്കുന്നതെന്നാ പറയുന്നത്. ആരാധകരല്ല, അർജന്റീനയോട് സ്വാഭാവികമായിട്ടും ദേഷ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നത്. ടെൻഷൻ അടിപ്പിച്ചിട്ടാണ് എപ്പോഴും കളി ജയിക്കുന്ന അർജന്റീനയെന്ന്. അങ്ങനെ ഉണ്ടോ? അതോ നമ്മുടെ സ്റ്റൈലല്ലേ അത്? ഇത് നമ്മുടെ സ്റ്റൈലാണ്. എല്ലാം ലാസ്റ്റ് കപ്പ് എടുക്കുള്ളൂ, ഗോളും അടിക്കുള്ളൂ. അതാണ് സേതു, അത് നമ്മുടെ ഒരു ശൈലിയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മനീഷൊക്കെ ഫുട്ബോളിന്റെ മൊത്തത്തിലൊരു അവലോകനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ പ്രതിരോധത്വം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല സംഭവം. അത് നമ്മുടെ ഒരു സ്റ്റൈലാണ് അല്ലേ? കളി അങ്ങനെയല്ലേ നമ്മൾ ജയിക്കുന്നത്? അർജന്റീന ആരാധകൻ തന്നെയല്ലേ? അല്ല, ബ്രസീൽ. അപ്പം നിങ്ങൾ പുറത്തായി ഓൾറെഡി. ഇനിയിപ്പോ ഫൈനലിൽ സ്പെയിനായിരിക്കും സപ്പോർട്ട് ചെയ്യല്ലേ? അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഇത്? കളി കണ്ടായിരുന്നു എല്ലാവരും ഇന്നലെ? കണ്ടായിരുന്നോ? കണ്ടില്ല. അർജന്റീന ആരാധകനാണോ? അല്ല, പോർച്ചുഗൽ. നിങ്ങളും പുറത്തായി. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പെയിനല്ലേ ഞായറാഴ്ച സപ്പോർട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇവിടെ എന്തായാലും കുറച്ച് കുട്ടി ആരാധകരാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ ചിലരൊക്കെ ഫുട്ബോൾ കളി ഇന്നലെ രാത്രി കണ്ടവരുണ്ട്. ചിലരൊന്നും ഈ പറയുന്ന കണക്ക് ഫുട്ബോൾ ഇന്നലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോഴുള്ളത് പോലെ തന്നെ പോർച്ചുഗൽ ആരാധകരും ഒപ്പം തന്നെ ബ്രസീൽ ആരാധകരുമാണ് കൂടുതലുള്ളത്. എന്നോടൊപ്പം ഇവിടുത്തെ പരിശീലകൻ കൂടി ചേരുന്നുണ്ട്. സാറേ, ഇന്നലെ കളി അല്പം ടെൻഷൻ അടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫൈനലിൽ സെറ്റല്ലേ നമ്മൾ? ഇന്നലെ 85ാമത്തെ മിനിറ്റിൽ മാർട്ടിനൻസ് അടിച്ചതും പിന്നെ അല്ലാണ്ട് 92 മിനിറ്റ്സിൽ ഫെർണാണ്ടസ് അടിച്ചതും രണ്ട് ഗോളും അടിച്ചത് നല്ല മൂവ്മെൻറ്റിൽ അടിച്ച ഗോൾസാണ്. എല്ലാം രണ്ട് ഗോളിന് അസിസ്റ്റ് ചെയ്തത് നമ്മുടെ മെസ്സിയാണ്. അപ്പോൾ അർജന്റീന എന്താണെന്ന് വരുംതോറും നല്ല കളി അവർ കളിച്ച് വരികയാണ്. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് അവർ തന്നെ എടുക്കുന്നതാണ് എൻ്റെയും വിശ്വാസം. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഫ്രാൻസ് അർജന്റീന ഫൈനലൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന കണക്ക് ലാസ്റ്റ് പെനാൽറ്റിയൊക്കെ എത്തുന്നു, വലിയ സമ്മർദ്ദമൊക്കെ ആയിരുന്നു. ഇത്തവണ സ്പെയിൻ അർജന്റീന ഫൈനലിലാണ് വരുന്നത്. രണ്ട് ശൈലി പിന്തുടരുന്ന രണ്ട് ടീമുകളാണ്, ഫുട്ബോൾ ടീമുകളാണ്. അപ്പം ഫൈനലിൽ ഒരു ക്ലാസിക് പോരാട്ടം തന്നെ പ്രതീക്ഷിക്കല്ലേ? ഫൈനൽ നല്ലൊരു കളിയായിരിക്കും രണ്ട് ടീം. കാര്യം സ്പെയിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റാത്ത അവരുടെ കളിയാണ്. അവരുടെ ടിക്കറ്റൊക്കെ കളിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഡിഫൻസും അറ്റാക്കിങ് എന്നുവെച്ചാൽ ഒരുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ടീമാണ്. പക്ഷേ അർജന്റീന എപ്പോഴാണ് ഏത് നിമിഷവും അവർ അറ്റാക്കിങ് ചെയ്യുന്ന ഒരു കളിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. എന്തെങ്കിലും അർജന്റീന ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് തന്നെയാണ് സേതു, ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. അർജന്റീന ജയിക്കുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇന്ത്യയും പ്രതീക്ഷ. അർജന്റീന ജയിക്കും. ഇത്തവണയും അർജന്റീന കപ്പ് തൂക്കും. അങ്ങനെ തുടർച്ചയായ രണ്ടാം ഫൈനൽ. അത് ദേവന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കണേ.